അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫിർഔന്റെ കൂടെ ഉണ്ടായിരുന്ന നാട്ടിലെ പ്രമാണിമാർ മൂസാ നബി കൊണ്ടുവന്ന സത്യത്തെ തള്ളുകയും ഫിർഔന്റെ കൽപ്പന പിൻപറ്റുകയും ചെയ്തു. ഫിർഔന്റെ കൽപ്പനയാകട്ടെ ദുർമാർഗത്തിൻ്റെതായിരുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. തുടർന്ന് പറയുകയാണ്, ഫിർഔനെ പിൻപറ്റിയവർ ഫിർഔന്റെ നേതൃത്വത്തിൽ തന്നെ അന്ത്യനാളിൽ നരകത്തിലേക്ക് നയിക്കപ്പെടും. ഈ ലോകത്തും പരലോകത്തും അവർ ശപിക്കപ്പെട്ടവരാണ്. ഇക്കാര്യം പറയുന്ന 98, 99 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഔറദഹുമുൻ നാർ വബിഅസൽ വിർദുൽ മൗറൂദ് വഉത്ബിഉ ഫീ ഹാദിഹി ലഅനതൻ വയൗമൽ ഖിയാമ ബിഅസർ റിഫ്ദുൽ മർഫൂദ്. യഖ്ദുമു ഖൗമഹു, അവൻ അവന്റെ ജനത്തെ നയിക്കുന്നു. യഖ്ദുമു, അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവൻ മുന്നിൽ നിന്ന് നയിക്കുന്നു. ഖൗമഹു, അവന്റെ ജനതയെ. ഫിർഔൻ അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച ആളുകളെ മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ടുപോകുന്നു. ഫിർഔന്റെ നേതൃത്വത്തിൽ അവർ പോകുന്നു എന്നർത്ഥം. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ഫിർഔനും അവനെ പിൻപറ്റിയവരും ഒരുമിച്ചാണ് ഹാജരാക്കപ്പെടുക. അവനായിരിക്കും അവരുടെ മുമ്പിൽ നടക്കുക. ഫഔറദഹുമുൻ നാർ, അങ്ങനെ അവരെ അവൻ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഔറദ എന്നാൽ വെള്ളം കോരി കൊണ്ടുവന്നു എന്നാണ്. ഇവിടെ ഫിർഔൻ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. വബിഅസൽ വിർദുൽ മൗറൂദ്, എത്ര മോശമായ കൊണ്ടുവരുന്ന സ്ഥലത്തേക്കാണ് അവർ വരുന്നത്. അൽ മൗറൂദ് എന്നാൽ വെള്ളം കിട്ടുന്ന കടവ് എന്നാണ് ശരിയായ അർത്ഥം. വിർദ് എന്നാൽ ദാഹം തീർക്കാൻ വേണ്ടി വെള്ളം കോരി കൊണ്ടുവരിക എന്നാണ്. വറദ എന്നാൽ വന്നു എന്ന അർത്ഥമുണ്ട്. മുമ്പ് കാലത്ത് ആളുകൾ കൂട്ടമായി യാത്ര ചെയ്യുമ്പോഴും മറ്റും അവർക്ക് വെള്ളം കോരിക്കൊണ്ടുവരാൻ ഒരാളുണ്ടാവും കൂട്ടത്തിൽ. അയാളെ വാരിദ് എന്നാണ് പറയുക. നാം പഠിക്കാനിരിക്കുന്ന അടുത്ത സൂറത്ത് യൂസുഫിൽ ഈ പദം വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ വ്യക്തമാവും. ഇവിടെ വബിഅസൽ വിർദുൽ മൗറൂദ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. ഫിർഔൻ അവനെ ഈ ലോകത്ത് അനുസരിച്ച് നടന്നവരെ ദാഹം തീർക്കാൻ കൊണ്ടുവന്ന സ്ഥലം നരകമായി പോയല്ലോ എന്നാണ് അവരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. വഉത്ബിഉ ഫീ ഹാദിഹി, ഇതിൽ അവർ പിന്തുടരപ്പെട്ടു. ഇതിൽ എന്നാൽ ഈ ദുനിയാവിൽ അവരെ പിന്തുടർന്നത്, അതായത് അവർക്ക് കിട്ടിയത് എന്താണ്? ലഅനതൻ, ശാപമാണ്. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിലും ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ശാപമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ബിഅസർ റിഫ്ദുൽ മർഫൂദ്, അവർക്ക് കിട്ടിയ സമ്മാനം എത്ര മോശമായിരിക്കുന്നു. ബിഅസ എത്ര മോശമായിരിക്കുന്നു, എത്ര നീചമായിരിക്കുന്നു. അർ റിഫ്ദ് സമ്മാനം, അൽ മർഫൂദ് സമ്മാനിക്കപ്പെട്ട. നരകവും ശാപവുമാണ് അവർക്ക് കിട്ടിയത്. അതിനെ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. ഇനി വരുന്ന ആയത്തുകളിൽ പറയുന്നത് ഈ സൂറത്തിൽ വന്ന പ്രവാചകന്മാരുടെ കഥകളിൽ നിന്ന് ജനങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് എന്നാണ്. ഇൻഷാ അള്ളാഹ് അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.